ഷഹബാസിനെ ചതിച്ചത് ഉറ്റ സുഹൃത്ത്. പ്രതികളായ 5 വിദ്യാർത്ഥികളും SSLC പരീക്ഷ എഴുതി. നൊമ്പരമായി ഷഹബാസിന്റെ രജിസ്റ്റർ നമ്പർ. സഹപാഠികളുടെ ക്രൂരമായ ആക്രമണത്തിൽ മരണപ്പെട്ട എളേറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് ഇല്ലാതെയാണ് ഇത്തവണ SSLC പരീക്ഷകൾ. ഇന്ന് SSLC പരീക്ഷ ആരംഭിച്ചപ്പോൾ ഷഹബാസിന്റെ രജിസ്റ്റർ നമ്പർ 628307 രേഖപ്പെടുത്തിയ ഡെസ്കിന്റെ കാഴ്ച സ്കൂളിലെ അധ്യാപകർക്കും സഹപാഠികൾക്കും നൊമ്പരമായി. 20 കുട്ടികൾക്ക് പരീക്ഷ എഴുതാനുള്ള ഹാളിലെ അവസാന വിദ്യാർത്ഥിയായിരുന്നു മുഹമ്മദ് ഷഹബാസ്. അതുകൊണ്ട് തന്നെ ഷഹബാസിന്റെ നമ്പർ ക്ലാസ് റൂമിലെ ബോർഡിലും ഇടം പിടിച്ചിരുന്നു. 21-ന് സമാപിച്ച മാതൃകാ പരീക്ഷയ്ക്ക് ഷഹബാസ് ഇരുന്നതും ഇതേ ഹാളിലെ ഏറ്റവും പിന്നിലെ ബെഞ്ചിലായിരുന്നു. പരീക്ഷ എഴുതാൻ എത്തുന്ന വിദ്യാർത്ഥികളിൽ സമ്മർദ്ദം കുറയ്ക്കാൻ മാതൃകാ പരീക്ഷ എഴുതിയ ക്ലാസ് മുറിയിലെ അതേ ഇരിപ്പിടം തന്നെയാണ് പൊതുപരീക്ഷയ്ക്കും നിശ്ചയിച്ചിരുന്നത്. ക്ലാസ് മുറിയിലെ ഏറ്റവും പിന്നിലെ ഡെസ്കിൽ എഴുതിയിരുന്ന രജിസ്റ്റർ നമ്പർ മായാതെ ഇപ്പോഴും അവിടെയുണ്ട്. ഇനി ഒരിക്കലും പരീക്ഷ എഴുതാൻ എത്തില്ല എന്ന് ഉറപ്പുള്ള ഷഹബാസിനെയും കാത്ത്. എന്നാൽ പ്രതിഷേധങ്ങൾക്കിടയിലും ഷഹബാസിന്റെ മരണത്തിൽ ആരോപണ വിധേയരായ 5 വിദ്യാർത്ഥികൾക്ക് കനത്ത പോലീസ് സുരക്ഷയിൽ ജുവനൈൽ ഹോമിൽ തന്നെ 10ാം ക്ലാസ് പരീക്ഷ എഴുതി. അതേസമയം താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ ജീവനെടുക്കാൻ മുൻപന്തിയിലുണ്ടായിരുന്നത് ഷഹബാസിന്റെ ഉറ്റ സുഹൃത്തെന്ന് പിതാവ് ഇക്ബാൽ പറഞ്ഞു. തന്റെ വീട്ടിൽ ചായ സൽക്കാരത്തിനെത്തിയ കുട്ടി ചായ കുടിച്ച ശേഷം വളരെ സന്തോഷത്തോടെ പോയ അതേ വിദ്യാർത്ഥി തന്റെ മകനെ ചതിച്ചു എന്നറിഞ്ഞപ്പോൾ നെഞ്ചുപൊട്ടിപ്പോയെന്നും പിതാവ് വികാരാധീനനായി പറഞ്ഞു. ഷഹബാസിന്റെയും കുറ്റാരോപിതന്റെയും ഒരുമിച്ചുള്ള ചിത്രം ഇന്നലെയാണ് കണ്ടത്. കണ്ടപ്പോൾ തന്നെ താനും ഭാര്യയും ആകെ തകർന്നു പോയെന്നും പിതാവ് പറഞ്ഞു. തന്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചെയ്തിരുന്നുവെങ്കിൽ ആക്രമണത്തിന് ഒരു കാരണമെങ്കിലും ഉണ്ടായിരുന്നേനെ. ഒരു കാര്യത്തിലും ഇടപെടാത്ത, ഒരു പ്രശ്നത്തിനും പോകാത്ത തന്റെ നിരപരാധിയായ മകനെ എല്ലാവരും കൂടി ചേർന്ന് കൊലപ്പെടുത്തിയത് തനിക്കും കുടുംബത്തിനും താങ്ങാനാകുന്നില്ലെന്നും ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പ്രതികരിച്ചു. പരീക്ഷ എഴുതേണ്ട തന്റെ മകൻ മണ്ണിനടിയിൽ ഉറങ്ങുന്നുണ്ട്. കോപ്പി അടിക്കുന്നവരെ പോലും പരീക്ഷ എഴുതാൻ അനുവദിക്കാത്ത സമൂഹത്തിൽ ക്രൂരമായ കൊലപാതകം നടത്തിയവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നതിലൂടെ നൽകുന്ന സന്ദേശം എന്താണെന്ന് മനസ്സിലാകുന്നില്ലെന്നും ഇക്ബാൽ പറഞ്ഞു.